എന്റെ പൊന്ന് ശിവ, നീ ഒന്നും പറയണ്ടേ. ഓ തന്നെ വിറ്റെന്നൊക്കെ പറഞ്ഞാൽ തീർന്നിട്ടാണ്. നീ കൂടെ ആണായിരുന്നു. ഓ സംഭവം രണ്ടും പാവങ്ങൾ തന്നെ. ഒരു പൊടിക്ക് ഓവറാണ്, അത്രേ ഉള്ളൂ. ശരിടി, ശരി ശരി. ആ എന്താടി? അല്ല അല്ല ആ കുഞ്ചേട്ടനെങ്ങാനും ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ ചക്കരെ മുത്തേ പാർമോളെ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കും ചേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിന്നെ കൊണ്ടുപോക്കട്ടാന്ന് എന്റെ അടുത്ത് ചോദിച്ച്. നീ അങ്ങ് പൊക്കോ, അതാണ് എന്റെ അഭിപ്രായം. എന്ത് പറയണ നീ? എന്നെ പറഞ്ഞോളാം ചേട്ടൻ എന്ത് ഇത്രയും നിർബന്ധം? ഒരു സമാധാനം കിട്ടാൻ ആരുടെ ആഗ്രഹിക്കത്തെ? ഓ അങ്ങനെ. മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അത് രഞ്ജിച്ചേട്ടനാ. രഞ്ജേട്ടാ ഇങ്ങോട്ടാ. എവിടെ കിടക്കണായിരുന്നു? തല്ല പപ്പടം പൊടിക്കണോ പൊടിക്കട്ടെ? പാറു ചോദിച്ച് മേടിച്ചടേ. ഇത് കുഞ്ചേട്ടനായിരുന്ന? എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയാണ് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. പറഞ്ഞോളൂ, നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഇന്ന് പോവോ അതോ ഇനി പിന്നെ എപ്പോഴായാലും നാട്ടിൽ പോകുന്നുള്ളൂ? എങ്ങനെയാ? ഏതായാലും വന്ന സ്ഥിതിക്ക് കുറച്ചാള് നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു. മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് ഭയങ്കര ജീവനാണേ, അതുകൊണ്ട് പയ്യെ പോവാന്ന് വിചാരിച്ചു. മാമൻ എന്ന് പറഞ്ഞാൽ അത്രയും കാര്യമാണ്. പിന്നെ മാമൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും. ഞങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിലൊക്കെ എത്തിച്ചത് മാമനാണ്. എന്താ സംസാരിച്ചോണ്ടിരിക്കണോടെ? അല്ല, നിങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത് മാമനാണ് എന്ന് പറയുമായിരുന്നു. അതെ അതെ, അമ്മ ഞങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളു. മരണം വരെ മാമനെ ദൈവത്തിനെ പോലെ ആണോന്ന്. അതുകൊണ്ട് ഞങ്ങക്ക് ഒറ്റ ദൈവമുള്ളു. ഏ ദൈവം? മാമൻ. എന്താണ് പറൂസേ? ചക്കട് ഇവളങ്ങടെ തട്ടിക്കൊണ്ടു പോയാലടാ. ഇവളങ്ങടെ എത്തെടുക്കാല്ലേ? അത് നൈസായിരിക്കും. എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടാവും അത്? എന്നെ കൊണ്ടുപോ. പിന്നെ കൊണ്ടുപോണ്ടേ? കൊണ്ടുപോട്ടെ. ശരിക്കും കൊണ്ടുപോ. പിന്നെ ഉറപ്പല്ലേ അത്? സംഭവം കുഴപ്പമില്ലാത്ത ആളൊരു പാവമാണ് കേട്ടാ. സിദ്ധുകളെ കാണുന്ന പോലെ തന്നെയാണ് അച്ഛൻ നമ്മളെല്ലാരും കാണുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് ദീർഘായുസ് കൊടുക്കണേ. ഏത് ദൈവത്തിന്? മാമന്. പാറൊന്നായിട്ട് പാട്ടോടോ? കൊള്ളാം. അതെന്തൊരു ചോദ്യം അത്? പാറു അല്ലേ ഈ വീടിന്റെ ഗായിക? കുഞ്ചു വന്നിട്ട് പാട്ടോടും. ഞാനല്ലട്ടോ, ഇവനാണ് പാടണ. ഇല്ലടാ, ഇവനാണ് പാടണ. എടി ഇവൻ ശരിക്കും പാടോടാ. ഇവൻ ശരിക്കും പാടുവൻ. ഇവനാടാ പാട്ടുകാരൻ. കുഴപ്പമില്ല, രണ്ടുപേർക്കും പാടാല്ലോ. പാടുന്നോണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള കേസൊന്നും അല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു 6-6:30 ആകുമ്പോൾ തന്നെ എല്ലാവരുടെയും ഭാഗം ഒരു പാട്ട്, ഒരു ഡാൻസ്, പിന്നെ ബാക്കിയുള്ള കലാപരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് അറേഞ്ച് ചെയ്യാം. എന്താ പറയണം? അങ്ങനെയാണെങ്കിൽ പൊളിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമുള്ളത് അച്ഛനും അമ്മയും ഇതിനകത്ത് പങ്കെടുക്കുമെന്ന് അറിയത്തില്ല. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ ഇതിന്റെ കാര്യം ഒന്ന് പോയി പറയോ അവരുടെ അടുത്ത്. അത് ഞങ്ങൾ പറഞ്ഞ സെറ്റായിക്കോളാം, നീ വിഷമിക്കണ്ട. സെറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേക്കുവോ? പിന്നല്ല, പിന്നെ അത് റെഡിയാക്കി തരാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി പറയാം അങ്ങോട്ട്. ഓക്കെ, പോയിട്ട് വരാം. പാറോയ്, എന്തരത്? എന്തോന്ന്? ആ പുറകിലത്തെ ചുവപ്പ് കളറുള്ള സാധനം. അതെനിക്ക് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചതാ. ആ ഒട്ടിച്ചു വെച്ച ആളാണ് കുഞ്ചേട്ടൻ. നിന്റെ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി. വിമാനമാണ്, വിമാനം. അല്ല, അപ്പൊ ഷർട്ട് മാറ്റുവാണെങ്കിൽ നീ എന്തി? അപ്പൊ വേറെ സ്റ്റിക്കർ ഒട്ടിക്കും. ഓ, നമ്മൾ എന്ത് പറയാ, ഈ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യമായി. ചേട്ടനെ അവന്മാർ രണ്ടുപേരുടെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോയത്? എടിയാ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞത്. അവന്മാരുടെ ചെറുപ്പത്തിലുള്ള ചിരിയും കളിയും കുസൃതിയൊന്നും ഈ പ്രായമായിട്ടും വിട്ടുപോയിട്ടില്ലെന്നേ. അതെ, നമ്മുടെ അടുത്ത് ഈ ചിരിയും കളിയൊക്കെ ഇറക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും ഇതൊന്നും ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ?
അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതെ, നിന്റെ തൊണ്ടയൊക്കെ ക്ലിയർ ആണോ? എന്റെ തൊണ്ടയ്ക്ക് എന്തായാലും കുഴപ്പം? വേറെ തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കല്ല, നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വൈകിട്ട് പാടാൻ തയ്യാറായിക്കോ. ഇന്ന് വൈകിട്ട് നീ പാടുന്നു. എവിടെ പാടുന്നു? അതൊക്കെ ഉണ്ട്. പാടാൻ ബുദ്ധിമുട്ടാണോ? നിനക്കെന്താ വയ്യേ? പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണോ? ഒന്ന് പോയ എവിടുന്ന് പാട്ട് പാടി. എന്നാ ഡാൻസ് കളിച്ചാ മതി. എന്റെ വായിലിരിക്കുന്നൊന്ന് കേൾപ്പിക്കല്ലേ ഏട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ നല്ല പ്രായത്തിൽ നിങ്ങൾ എന്നെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ല. തീരെ നീ അല്ലേ പറഞ്ഞത് ചെറുപ്പത്തിൽ നീ ഭയങ്കര ഡാൻസ് ആണെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താണ് ഒരവസരം കിട്ടിയപ്പോ ഒഴിഞ്ഞു മാറുന്നത്? പറ്റത്തില്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമില്ല. ആഗ്രഹിച്ചപ്പോഴൊന്നും എന്നെ വിട്ടില്ലല്ലോ. വിട്ടിട്ടുണ്ടോ? നീ ആഗ്രഹിച്ച സമയത്ത് ഞാൻ എങ്ങനെ വിടാനാണ് സീതേ? പോസ്റ്റയിലൊക്കെ തൂങ്ങി മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ ഞാൻ. അതിന്റെ ഇടയിലാണോ ഡാൻസ്? അതെ അതെ. അതുകൊട്ടെ, വൈകിട്ട് പരിപാടി പറയാം. പിള്ളേരെന്തിനാ എന്നെ വിളിച്ചോണ്ട് പോയെന്നറിയാമോ? എന്തിനാ? ഇന്ന് വൈകിട്ട് പുറത്ത് പാട്ടും ഡാൻസും കലാപരിപാടികളും. ഇവന്മാരിത് എന്ത് ഭാവിച്ചാണ്? അവന്മാരല്ല, ശരിക്കും പാറും കേശും കൂടി അവരെ പിരിയേറ്റിയേക്കണതാ. അവന്മാര് കേറി അങ്ങ് ഏറ്റി. എന്ത് കാര്യത്തിലേട്ടാ? അത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് അങ്ങോട്ട് കൂടി കൊടുക്കാന്നേ. പിള്ളേരുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ച് നിങ്ങൾ അങ്ങ് കൊടുത്താൽ മതി. എന്നെ വിളിക്കൊന്നും വേണ്ട. ഡാൻസിനും പാട്ടിനും ഒന്നും ഞാൻ ചെയ്യൂല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൈകിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. നമ്മളില്ല, നിങ്ങളും മരുമക്കളും പിള്ളേരും മാത്രം. നോക്കാം. പിന്നെ നമുക്ക് കാണാന്നേ. എന്താണ് രണ്ടുപേരും കൂടെ ഗൗരവമായ ചർച്ചയിലാന്ന് തോന്നുന്നു. വൈകിട്ടേ റെഡി ആയിക്കോ, കലാപരിപാടികളുണ്ടെന്ന്. കലാപരിപാടിയോ? ആ, എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? സീത. സീതയുടെ ഡാൻസും ഉണ്ട്. ഇതൊക്കെ ചുമ്മാ പറയാണ്, വെറുതെ നടക്കാത്ത കാര്യം പറയല്ലേ ഏട്ടാ. നടക്കാത്ത കാര്യമല്ല, എന്റെ ഡാൻസ് ഒന്നുമില്ല. ഡാൻസ് ഉണ്ട്. ഇല്ല. ഞാൻ തീരുമാനിക്കുന്നു, അവര് നടപ്പിലാക്കുന്നു. ഇതാണ് സംഗതി ഇവിടെ. ശരി, ഞാൻ ഡാൻസ് കളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? സിനിമാറ്റിക് ഡാൻസ്. ഹവാ ഹവാ ഏ ഹവാ കണ്ടണ്ട. എന്താ ഹവാ ഹവാ കണ്ടണ്ട? കിടുങ്ങും. അതെ, നിന്റെ ഗിൽട്ടുള്ള സാരി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കഷ്ണം എനിക്ക് തന്നെ. എന്തിനാ? തലയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടാൻ. അപ്പൊ ജനാർദ്ദന് ഡാൻസ് കളിക്കാനൊക്കെ അറിയാവോ? കളിക്കുന്നാ. പത്തനംതിട്ട സെക്ഷനില് 95 അവിടുത്തെ വാർഷികത്തിന് എന്റെ ഹവാ ഹവ കണ്ടിട്ടുണ്ടല്ല. അന്നത്തെ എനിക്ക് അപ്പ തന്നെ കുഴിമന്തി മേടിച്ചെന്നു. കുഴിമന്തിയോ? കുഴിമന്തി അല്ല, അന്ന് ബിരിയാണി. ഇങ്ങനെ പുളു അടിക്കുന്നത് അമ്മ ചുമ്മാ പറയുന്ന അമ്മ. ഇതൊക്കെ അതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് എടി ബിരിയാണി മേടിച്ചു തന്ന അന്ന് മേടിച്ചു തന്നാ. ബിരിയാണി മേടിച്ചു തന്നാണെന്ന്. എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ചുമ്മാ നടക്കാത്ത കാര്യം ഒന്നും പറഞ്ഞത്. ഡാൻസ് പോയിട്ട് ഇതുവരെ മര്യാദക്ക് സ്റ്റേജിൽ പോലും കേറിയിട്ടില്ല. ഡാൻസ് വിട്, സ്റ്റേജിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ട്. എന്റെ റിട്ടയർമെന്റിനൊക്കെ ഞാൻ കേറിയേക്കണാണ്. ആ, അതുകൊട്ടെ, അതൊക്കെ വിട്. കനകം പാട്ട് പാടും. സിദ്ധുவோட அம்மா பாடுறதா இருந்தா நான் ட்ரை பண்றேன். സിദ്ധുവിടെ അമ്മ പാടുന്നില്ല. ഈ ചേട്ടൻ അങ്ങനെ പലതും പറയും. அப்படின்னா நானும் பாடல. അതൊന്നും അല്ല കനകവേ, നന്നായിട്ട് പാടും. പാടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നിർബന്ധിക്കണം. ആ, നിർബന്ധിച്ചു കഴിഞ്ഞാൽ പാടും. പാടിക്കഴിഞ്ഞാലോ നിർത്തണമെങ്കിൽ വീണ്ടും നമ്മൾ നിർബന്ധിക്കണം. നിർബന്ധിച്ചിരിക്കുന്നു. എന്തിനും, പാടാനും നിർത്താനും എല്ലാത്തിനും ഞാൻ നിർബന്ധിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം സീത വീണ്ടും ചിലങ്ക കെട്ടുന്നു. ചേട്ടാ ചുമ്മാ ഇരുന്നേ, എനിക്കെങ്ങും പറ്റത്തില്ല. எதுக்கு நீங்க வேண்டாம்னு சொல்லணும்? இந்த போன தனுமாசத்துல திருவாதிரை இருக்குல்ல, அன்னைக்கு அம்மா திருவாதிரை களி ஆடினாங்க. அது போகாம அடுத்த தனுமாச திருவாதிரைக்கு இப்பவே ப்ரிப்பேர் பண்ணிட்டு இருக்காங்க. അമ്മ അടിപൊളി. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മ തകർക്കും. ഓക്കേ അല്ലേ? ആ, ചക്കരമോള് വന്നാ ചട്ടാൻ പൊഴിപ്പിച്ചോക്കട്ടെ? അയ്യോ വേണ്ട. ഇത് മരത്തിന്റെ ആണ്. പറ്റിച്ച് മുട്ട എടുക്കട്ടെ? വേണ്ട, നിങ്ങൾ കഴിച്ചോ. பாரு,
இந்த குஞ்சு சேட்டனுக்கு நீனா ரொம்ப பிடிக்கும். நீ இல்லாதப்போ கேட்டுட்டே இருந்தா பாருக்குட்டி எங்கன்னு. ഒരു പുളിസേനി എനിക്ക് വേണ്ട. ഒരെണ്ണം എനിക്ക് വേണ്ടെന്നേ. பாரு இவங்க ரொம்ப சூப்பர் பாரு. ஒரே அடியா 18 முட்டை சாப்பிட்டாங்க. நேத்தைக்கு கேஸ் சட்டம் வாங்கி வச்ச முட்டை இருக்குல்ல, அதுவும் சாப்பிட்டாங்க. மிச்சம் இதுதான் இருக்கு. அது தப்பு சுட்டுட்டே இருக்காங்க, சாப்பிட்டுட்டே இருக்காங்க. അതിനെന്ത് ഇത്ര അത്ഭുതം? കേശവനെ ഇരുന്ന് കൊറേ കഴിക്കുമല്ലേ. ஐயோ இது அப்படி இல்ல பாரு. இவங்க இந்த முட்டை ஈட்டிங் காம்படிஷன் எல்லாம் இருக்குல்ல, அதுக்கெல்லாம் போவாங்களாம். அதுல ஒரே அடியா 30, 40, 50, 60 മുട്ടയെല്ലാം இந்த ரெஞ்சு ചേട്ടൻ സാപ്പിടുവാനാ. സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഇത്രയും മുട്ടയൊന്നും കഴിക്കൂല. എന്താ ആര് പറഞ്ഞു? പിന്നെ ഒരു 20 മുട്ട കഴിക്കും. ഞാൻ ചുട്ടും കൊടുക്കും. ഇനി എടുത്തോളാ? ആ എടുത്തോളാ. കണ്ട ബുൾസൈക്കാ അതിന് ബുൾസ് കഴിക്കാൻ മുട്ടയുണ്ടാ? അതിന് വാങ്ങിക്കാല്ല. ആ டே கேசு, இந்த ரெஞ்சு வந்து எவ்வளவு முட்டை சாப்பிட்டான் தெரியுமா? நாளைக்கு உனக்கு முட்டை இல்லடா. സാപ്പിടട്ടെ വയറ് നിറച്ച് കഴിച്ചോ. രാവിലെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ 2 മുട്ട പുഴുങ്ങി കഴിച്ചു പോയി. ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ അങ്ങ് കഴിക്കായിരുന്നു നിങ്ങൾക്ക്. കഴി വയറ് നിറയട്ടെ. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ? ഇവന് ഒരു കൊലപ്പഴം ഒറ്റയിരിപ്പനേക്കും. ഒരു കൊല പഴോ? ആ അനകാന്റി, അമ്മൂമ്മ എവിടെ? அம்மா வந்து வெளியில பேசிட்டு இருக்காங்க. ഞാനൊന്ന് പോയിട്ട് സംസാരിച്ചിട്ട് വരാം. അടുക്കളന്ന് വൃത്തിയാക്കാനുണ്ട്. ஐயோ அது நான் செய்யறேனே. അതൊന്നും പറ്റൊന്നുമില്ല. ഇന്ന് കഴിഞ്ഞാക്കട്ടെ, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ഇവരോട് ഉണ്ടെങ്കിൽ കനാന്റിക്ക് സുഖമല്ല. ஆமாண்டா கேசு. നടക്കട്ടെ. சாப்பிடு. ഞങ്ങൾക്കേ പണ്ട് മുട്ടക്കട ഉണ്ടായിരുന്നു, ആർകെ ആൻഡ് സൺസ്. ஆர்கே அண்ட் சன்ஸா? அப்படின்னா രഞ്ജു കുഞ്ചു ആൻഡ് കുളന്തകൾ. குழந்தைங்களா? உங்களுக்கு குழந்தைகள் எல்லாம் இல்லல்ல? அப்படியே ஃபியூச்சர்ல கல்யாணத்துக்கு அப்புறம் குழந்தை வரும். ஓ அப்படி. அந்த கடை இப்ப எங்க? அது வந்து உடைஞ்சு போச்சு. மொட்டையா கடையா? ரெண்டுமே உடைஞ்சு போச்சு. சாப்பிடு நீ. ഇവനൊക്കെ എന്താ വേറൊരു റൂമും കിട്ടിയില്ലേ? ഇല്ലാത്ത കഷ്ടം തന്നെ. എന്തോന്നേട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കുഞ്ഞാവളെ കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുമ്പോഴേ എന്തൊരു സ്നേഹം അവർക്ക്. തന്നെ ചേട്ടാ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട. ചേട്ടാ ചോദിച്ചു. കറക്റ്റ് ഉത്തരം തന്നെ പറയണം. എന്തൊരു പരീക്ഷ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ? ചേട്ടാ, ഇതിനകത്ത് ഏതാ രഞ്ജുവും കുഞ്ചും? എനിക്കറിയാം സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന കുഞ്ചു. എന്നാലും ചേട്ടൻ പറയട്ടാ. ശരി, പറയാം. ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ചെറുതായിട്ട് ആ കൂർക്കം വിളിക്കുന്ന സൗണ്ട് കേട്ടാ? അതാണ് രഞ്ജു. അതെങ്ങനെ മനസ്സിലായി ചേട്ടന്? ഇനി അവൻ 10-25 മുട്ട ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചോണ്ടൊന്ന് വെച്ചിരുന്നാണ് മുളിച്ചടിച്ച് കയറ്റിയത്. അറിയൂ, ആ മുട്ട തൊണ്ടയെ കുരുങ്ങിയിട്ടാണ് ഈ കിടന്ന് കൂർക്കം വിളിക്കുന്നത്. അപ്പൊ ചേട്ടൻ മുട്ട കഴിച്ചിട്ട് തൊണ്ടയെ കുരുങ്ങിയിട്ടാണ് ചേട്ടനിങ്ങനെ കിടന്ന് കൂർക്കം വലിക്കുന്നത്? എന്താടാ അമ്മമ്മ അങ്ങോട്ട് നോക്ക്. അയ്യടാ അച്ചടാ, അതുങ്ങള് കിടക്കുന്ന കണ്ടോ പാവം. അമ്മമ്മ, ഞാനേ
പടവലത്ത് പോയിട്ടൊരു 4-5 ദിവസം നിന്നിട്ട് വരട്ടെ. അതെന്തിനാ ഇപ്പൊ പടവലത്ത് പോന്നെ? അല്ല കുഴപ്പമില്ല, പോണ്ടെങ്കി പോണ്ട, പോകുന്നില്ല. മാവിൻചോട്ട് വരെ ഒന്ന് പോവാ. എന്തിന്? ഞാൻ അവിടെ കിടക്കാൻ പോണ്. എടാ അതെന്തിനാന്നാ ചോദിച്ചാ മാവൻ ചോട്ടി കിടക്കുന്നത്? ഇത് 6 റൂമാ. എന്റെ നാട്ടില് പറയപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഇവിടെ നിന്ന് 2 ദിനോസറുകൾ എന്നെ പിടിച്ച് വീഴുങ്ങും. ചോദിച്ചിരുന്നു അമ്മ എണീറ്റ നിന്റെ ആരും തീർന്നു. അമ്മമ്മേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. ഇതിനകത്ത് ഏതാണ് രഞ്ജുവും കുഞ്ചുവും? എനിക്കറിയാം, അമ്മമ്മ പറ. എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയട്ടെ? ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന കുഞ്ചും സെക്കൻഡ് കിടക്കുന്നത് രഞ്ജു. അമ്മമ്മേ, ചേട്ടന്മാര് ഭയങ്കര പാവ. പക്ഷെ ഇവര് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടേ ചുമ്മാ മക്കളെ കളിപ്പിക്കുന്നതാ. അതൊക്കെ എനിക്ക് അറിയാം അമ്മമ്മ. അമ്മമ്മേ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഓ ചോദിച്ചോ. ഇവരിവിടെ കൊറേ ദിവസം കാണൂ, അത് ഇന്ന് തന്നെ അങ്ങ് പോവും? അതെന്താ മക്കൾ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവര് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷാ. അത് മാത്രമല്ല കുഴപ്പമാ. എന്ത് കുഴപ്പം? അവര് വരുന്നുണ്ടെന്നും പറയാൻ നിക്കണ്ട കേട്ടോ. ഞാൻ പോയി കേശവനെ നോക്കട്ടെ. പാർക്കുട്ടി എങ്ങോട്ടായി ഓടുന്നേ? അത് കേശു അപ്പുറത്തോട്ടെങ്ങാണ്ട് പോയി നോക്കാൻ പോയതാ. ഇവന്മാര് രണ്ടും ഇവിടെ കിടന്ന് ഉറങ്ങണോ? അവര് പിള്ളേർ അവിടെ കിടന്ന് ഉറങ്ങട്ടെന്നേ. 2 പേരും ഉണ്ടല്ലോ, ഒരു സമയത്തും അടങ്ങിയിരിക്കത്തില്ല. എല്ലാ ജോലിയും ചെയ്ത് ഓടിച്ചാടി നടക്കും. അങ്ങനെ ഒരു പ്രകൃതമായി നിങ്ങള്. അത് നല്ലതല്ലയോ അങ്ങനെ ഓടിച്ചാടി ജോലിയൊക്കെ ചെയ്യുന്നത്? സിദ്ധുവിന് എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഇവരെ 2 പേര്. സിദ്ധു അവിടെ കുഴിപ്പളത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർ 2 പേരും വീട്ടിലുണ്ടാവും. അവര് സംസാരവും ബഹളവും ഒരാഘോഷം തന്നെയല്ലേ ഏട്ടാ? അവിടെ അടിപൊളിയാക്കും. ലച്ചു എപ്പോഴോ പിള്ളേരുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 പേരും എന്തു പണി ഒരു മടി കൂടാതെ ചെയ്തോളും. പക്ഷെ കിടന്നുറങ്ങിയാൽ പിന്നെ നോക്കണ്ട, ആന കുത്തിയാലും എഴുതേക്കൂല. അയ്യോ, കനക അടുക്കളയിലുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ശരിയേ, ഇവന്മാരിങ്ങനെ ഇവിടെ നിൽക്കണത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാനും അത് തന്നെ ആലോചിച്ചത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം നിൽക്കുന്ന പോലെയാണോ? ഇതിപ്പം ലച്ചുവിന്റെ വീടല്ലേ, മോശല്ലേ? അതെ, നമ്മള് തന്നെ അവർക്കൊരു സൗകര്യക്കേടാണ്. അതിന്റെ ഇടയിൽ ഇവന്മാരും കൂടി വന്ന് നിൽക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ല. പക്ഷെ ഇവന്മാരോട് എങ്ങനെ പറയും? വീട്ടിൽ പോകാൻ പറയുന്ന കഴിഞ്ഞു അവന്മാർ 2 പേർക്കും വിഷമാവും. പിള്ളേരുടെ മനസ്സാ 2നും. എന്താ ചെയ്യാന്ന് പറയട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ, അവരുടെ നാട്ടിലെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാല ഇവന്മാരാവൊന്നും കേട്ടാ പോകത്തൊന്നുമില്ല. ശരിയാണ്, അവര് പോവില്ല. ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ഞാനാ പോവുള്ളൂ. ഞാൻ പോയിട്ട് കാര്യമില്ല. അത് വിട്ടേക്ക്. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞേ. ലൈൻ കമ്പി പൊട്ടി വീണെന്ന് പറഞ്ഞാല, വേറെ ഇലക്ട്രിക് പോസ്റ്റ് തലകറങ്ങി വീണെന്ന് പറഞ്ഞാല, കറണ്ട് പിടിക്കാതെ മാറ്റ് കറണ്ടേന്ന്. വേറെ എന്തെങ്കിലും ഒന്നേന്ന് ആലോചിച്ചേ, ഫ്രഷ് ആയിട്ട്. ഒറ്റ കാര്യമുണ്ട്. എന്താ? സിദ്ധു വിളിച്ചിരുന്നു, കുഴപ്പമുള്ളത് പണി നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മേൽനോട്ടത്തിനായിട്ട് നിങ്ങൾ 2 പേരും അവിടെ ഫുൾ ടൈം വേണം എന്നൊരു വാക്ക് പറഞ്ഞാൽ 2 വിട്ടോളൂ. അത് നല്ല ഐഡിയ. പിള്ളേർക്കാണെങ്കിൽ അത് വിശ്വാസവും വരും. സിദ്ധു വിളിച്ച് പറയുമ്പോ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുകയും ചെയ്യും ചേട്ടാ. ഒരു മേൽനോട്ടത്തിന് ഇടക്ക് ഞാനൊന്ന് പോയി നോക്കാം. അത് വേണ്ട. അവര് വൃത്തിക്ക് പണിയുമ്പോ നിങ്ങൾ ഇവിടെ ചെന്ന് കൊള്ളാക്കണ്ടല്ലോ. അപ്പൊ അത് വേണ്ട. വേണ്ടല്ലേ? ശരിയാവില്ല. എടാ, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാല് ആ കോൺട്രാക്ടറിന്റെ മേളില് എപ്പോഴും ഒരു കണ്ണു വേണം. കാരണം അവൻ ആളുകൂടായ്പാണ്. കാര്യം ഞങ്ങളേറ്റി അല്ലാതെ അയാളാ ആ പരിപാടിയൊന്നും വേണ്ട. നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞ ചാക്കിലാക്കണ ജാതിയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ആ പണിക്കാരൻ തോന്നാസില്ലേ, അതിനോട് പറഞ്ഞാൽ മതി. അവൻ നല്ല മര്യാദക്കാരനും ആത്മാർത്ഥമുള്ളവനാണ് കേട്ടാ. ഓക്കെ. അപ്പൊ അതിനൊന്നും വെച്ച് താമസിപ്പിക്കണ്ട, ഇറങ്ങാനുള്ള പരിപാടി നോക്കിയോ. ഇറങ്ങാൻ നിക്ക. അയ്യോ, നിങ്ങൾ പോവാണോ? പോണേണ്. എന്തിട്ട്? എടാ, ഇവര് ഇവിടെന്ന് പോകുന്നേ ഉള്ളൂ. ഇവര് കുഴപ്പമില്ലാത്തുണ്ടാവും.
സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അപ്പൊ അവിടെ പണി നടക്കുകയാണല്ലോ. അപ്പൊ ഇവരോട് ഒന്ന് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവന്മാർ രണ്ടുപേരാണെങ്കിൽ നല്ല ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും. നിന്നെ പോലെ തന്നെയാ. ഓ ആരെപ്പോലെ? നിന്നെ പോലെ തന്നെ. നിന്നെ പോലെ? എന്ത് എന്നെ പോലെ ആണെങ്കിൽ ഹുമാരെ വെറുതെ നമ്മള് ഈ പണിയെ കേൾപ്പിക്കണോ? അല്ല കുഴപ്പമില്ല, അവര് നല്ല സൂപ്പറായിട്ട് ചെയ്യും. വൈദ്യുതി ഇവരോട് താമസിക്കും. എടാ എല്ലാ റൂമുകളിലും സാധനങ്ങൾ ഇട്ടിട്ടില്ല. ആ തെക്കേറ്റത്തെ റൂമില്ലേ, മറ്റേ ഒരു മതില് മാത്രം നീല പെയിന്റ് അടിച്ചു. അത് ഫ്രീ ആണ്. അപ്പൊ ഇവരവിടെ താമസിച്ചോളും. ആ ഇവരിറങ്ങണ്ട. പിന്നെ മാമനെ കൊണ്ട് ഇടക്ക് വീട്ടിലോട്ട് വന്നോട്ടാ. ഓ ഉറപ്പായിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരണ്ട വരും. നമ്മുടെ പാട്ട് പരിപാടി നടന്നില്ലട്ടാ. ഞങ്ങൾ ഏറ്റെടുത്ത പരിപാടി ആദ്യമായിട്ടാണ് മുടങ്ങണത്. അതെന്റെ ഭാഗ്യം. കുഴപ്പമില്ല, നിങ്ങൾ ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇങ്ങ് പോന്നാ മതി. നമുക്ക് ഒന്ന് അടിച്ച് പൊളിക്കാം. എന്താ പറയണ? പൊളിച്ചെടുക്കാം. അമ്മൂമ്മേ ഇടക്കങ്ങാട്ടൊക്കെ ഇറങ്ങണോട്ടാ. ഉറപ്പായിട്ടും വരും. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു സങ്കടം. ആ സാരമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പൊളിക്കാം. പിന്നെന്താ നമുക്ക് കൂടാ. ഓക്കെ കേശു, ഓ നമ്മുടെ മാമനെ മര്യാദക്ക് നോക്കിക്കോളണോട്ടാ. എന്താടാ എന്റെ മര്യാദക്ക് നോക്കാൻ? ഞാൻ വല്ല കൊഴുകുഞ്ഞാണാ? അതല്ല മാമ, ഞങ്ങക്ക് ആകെ ഒരു ഒറ്റ ദൈവമുള്ളു. അതായിരുന്നു? കുഴപ്പളം ജനാർദ്ദനൻ. ദൈവമേ, അത് ഞാനല്ലേ? എന്നെ പിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചാണല്ലോ. അതല്ല, ദൈവത്തിന്റെ ഭാര്യയാകുമ്പോ ദേവിയാവൂല. അമ്മായി ഞങ്ങളുടെ ദേവി. സമാധാനായല്ലോ. മതിയാക്ക്, വിട്ടുപോവാൻ നോക്ക്. അതല്ല മാമ, മാമനല്ലേ ഞങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ഇതുവരെയൊക്കെ ആക്കിയത്. എന്റെ പൊന്നെ തുടങ്ങി. എടാ എന്തിനാണ് ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണത്? എടാ മക്കളെ, നിങ്ങൾ എത്രാമത്തെ വട്ടം ഇത് പറയണത്? ഞാനോ കേട്ട് കേട്ട് ബോറടിച്ചു. ഇനി ഇവിടെ ഉള്ളവരെയും കൂടെ ബോറടിപ്പിക്കണ്ട. കണ്ടാ, ചിലർക്ക് അത് കേട്ട് കേട്ട് ബോറടിച്ചു തുടങ്ങി. ഇനി അത് പറയല്ലടാ. മാമനെ എപ്പോഴും പറയാൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതടക്ക് പറയണത്. ഞാൻ എപ്പോഴാടാ നിങ്ങളോട് പറയാൻ പറഞ്ഞത്? ചുമ്മാ പറഞ്ഞാണ്. മാമൻ വെറുതെ പേടിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ? എടാ ചുമ്മാ സംസാരിച്ച സമയം കളയാതെ ഇറങ്ങിക്കേ. അല്ല, ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും സമയം. ഇറങ്ങിക്കോ. എന്തിനാ ഇവരിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എനിക്കെനിക്കണ്ട. അതെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി നടത്തണം കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അമ്മാനെ വിളിക്കും, അല്ല സിദ്ധുച്ചേട്ടനെ വിളിക്കണം കേട്ടാ. സിദ്ധുവിനെ വിളിക്കണ്ട, എന്നെ വിളിച്ചാ മതി. ഓക്കെ പോയിട്ടോ. ശരി. ഒരു മിനിറ്റ് ഇറങ്ങല്ലേ. എന്തരീ ഇതെന്താ സ്റ്റിക്കറാ? ഇത് കുഞ്ചിച്ചേട്ടൻ, ഇത് രഞ്ജിച്ചേട്ടൻ. ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒട്ടിച്ചു. അത് കൊള്ളാല്ല, അമ്പടി കേവി. ഇനി സത്യം പറയട്ടെ, ഞങ്ങൾ ഈ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചേച്ചി. ഇനി പറ, ആരാണ് രഞ്ജു, ആരാണ് കുഞ്ചു? ഇത് രഞ്ജു. അല്ല, ഞാനാണ് കുഞ്ചു മാമി. ഞാനാണ് രഞ്ജു. ഓ എടാ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ട് പോകാൻ നോക്കടാ നിങ്ങള്. ആടാ